ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കിയ ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണിത്. നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ഞണ്ട് 1/2 കിലോയുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് ഒരു സവാളയും 8-10 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുക്കാം. ഈ ഞണ്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഞണ്ട് ഞാൻ വളരെ മസാല കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഞണ്ടിന് അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റാണ്. ഞണ്ടിലും കൊഞ്ചിലുമൊക്കെ മസാല വളരെ കുറച്ച് ചേർത്തുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഞണ്ട് ചേർക്കാം. ഈ മസാലയിൽ ഊറി വന്ന ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞണ്ടിൻ്റെ 4-5 റെസിപ്പികൾ ഈ ചാനലിൽ തന്നെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നല്ല നല്ല റെസിപ്പീസാണ്. ഇപ്പോൾ ഈ ഞണ്ടിലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലിനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിനി നേരത്തെ അരിഞ്ഞു വെച്ച ഒരു സവാളയും 2 പച്ചമുളകും കൂടി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയ ശേഷം ഇതിൽ 1 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഇത്തരം റോസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ സവാളയും ടൊമാറ്റോയും മസാലയും ഒക്കെ നേരത്തെ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ക്രാബും പ്രോൺസും ചിക്കനും ഒക്കെ ചേർക്കുന്നത്. ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ശരിക്ക് വേണ്ടി വരും. എണ്ണ കുറച്ച് കൂടുതൽ രുചിയിൽ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാതെ സവാള കുറേ വഴറ്റിയതിന് ശേഷം ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണ ആവശ്യമാണ്. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് കട്ടി കുറഞ്ഞ 2ാം പാലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഊറി വരുന്ന ഓയിലിൻ്റെ അളവും കുറവായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം തീ കുറച്ച് 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കിച്ചടി കൂടി ഉണ്ടാക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചയായിട്ടുള്ള മത്തങ്ങയാണ്. ലോകമെമ്പാടും കിട്ടുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ഈ മത്തങ്ങ. ധാരാളം ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ഫൈബറും ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മത്തങ്ങ കൊണ്ട് നമ്മൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കിച്ചടിയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. മത്തങ്ങ തൊലി ചെത്തി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ വെള്ളരിക്കയൊക്കെ അരിയുന്ന പോലെ. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകമിട്ടൊന്ന് പൊട്ടിക്കാം. കറിവേപ്പിലയും ചേർത്ത് ഈ അരിഞ്ഞു വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാ കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റിയതാണ് മത്തങ്ങ. ധാരാളം വിറ്റാമിനുകളും വൈറ്റമിൻ എയും ഒക്കെ ഒത്തിരി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അണുബാധകളെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നു. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് മത്തങ്ങ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇതിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്തായെന്ന് നോക്കണ്ടേ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കൂടി ഇളക്കിയാൽ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലയാണ് ഈ ഞണ്ടിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞണ്ടിൻ്റെ നല്ല ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ അടിയിൽ പിടിക്കുകയില്ല.
ഇപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നല്ല ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഞണ്ട് റോസ്റ്റാണിത്. തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരല്പം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. ഇനി മത്തങ്ങയിൽ ഒഴിക്കാനായിട്ട് തൈരാണ്. 1/2 കപ്പ് തൈരുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈരാണിത്. മത്തങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ തൈര് ഒഴിക്കേണ്ടത്. മത്തങ്ങയിലും ഈ പാനിലും ചെറുതായിട്ട് ചൂടുണ്ട്, ആ ചൂട് മതി. തൈരാണെങ്കിലും ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിലാണ് ഒരു കിച്ചടി റെഡിയായത്. നല്ല കട്ടി തൈരായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കിച്ചടിക്ക്. ഇതിലൊരൽപ്പം കടുക് പൊട്ടിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ഒരൽപ്പം കറിവേപ്പിലയും പൊട്ടിച്ച് ചേർക്കാം. ഈ ഒരു മത്തങ്ങ കിച്ചടി ചോറിന് മാത്രമല്ല, പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.